ഇത് പെട്ട പോയി കിടക്കണ പണ്ടാറോ വെളുപ്പിനെണീറ്റ് എല്ലാ സ്ഥലവും ഞാൻ അരിച്ചു പെറുക്കി. അപ്പൊ ഈ അലമ്പുണ്ടാവുന്നതിന് മുന്നേ എന്തെങ്കിലും മാർഗം നീ നോക്കിക്കോ. എടാ എന്താണ്ട ഇവിടെ? മുട്ട പിടിക്കാൻ. ഈ ചപ്പിന്റെ ഇടയിലാ? അല്ല, അപ്പുറത്തുനിന്ന്. ആരാവനാ? എന്താടാ ഇവിടെ? മുട്ട പിടിക്കാൻ വന്നേക്കാ. അനക്ക് വേറെ ഒരു സ്ഥലവും കിട്ടിയില്ല മുട്ട വാങ്ങാൻ. അല്ല, ഇവിടുത്തെ നല്ല നാടൻ മുട്ട അതാ. യജമാനിൽ വേറെ ഒരിടത്തുമില്ലട നാടൻ. ഇവിടെ തന്നെ വേണോ? കേറിപ്പൂടിയകത്ത്. ഉള്ള മുട്ട കച്ചവടം ഇന്നത്തോടെ നിർത്തിക്കൊള്ള. മുട്ട കച്ചവടം. മുട്ട തിന്നാമോ? ഇപ്പൊ പോയിക്കോ, എന്നാ എനിക്ക് പുറത്തു വെച്ച് കിട്ടും. എന്റെ പൊന്നിക്ക, ഇതൊക്കെ നിങ്ങളുടെ സംശയമാണ്. ഇക്ക തന്നെ അവളെ കെട്ടിക്കോ. അതിന് ആർക്കും അവിടെ കുഴപ്പം. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നാസറേ, ഓ പറഞ്ഞ മനസ്സിലായോ? ഓന് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാന്ന് പോയിന്റ് മനസ്സിലായോ? അവൻ ചവച്ചു തുപ്പി. നേരെ എന്താ കല്യാണം കഴിയുന്നവരെ ഈ വണ്ടി ഓട്ടണ്ട, കാവല് നിൽക്കണം. ശമ്പളം ഞാൻ തരും. ഓൻ ഇവിടെ വരുന്നുണ്ടോന്ന് നോക്കി നീ ഈ വീട്ടില്, ഓൻ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടോന്ന് നോക്കി ഞാൻ ആ വീട്ടില്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ നീ അവിടെ. എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാ എൻ്റെ ഉസ്താദേ. ഉസ്താദെ, ഞാൻ ഒരു കാര്യം പറയാം. അസുഖത്തിന് ചികിത്സിക്കാതെ പാട്ടോട്ട് അന്ധവിശ്വാസം പറഞ്ഞു നടന്ന പെരുമാനിലെ എല്ലാവരും കൂടി ചത്തുമുട്ടിയും. നിങ്ങൾക്കറിയാലോ, ഇവിടുത്തെ പിരിവ് സംഭാവനയും കൊണ്ടാ പള്ളിക്കാര്യങ്ങൾ ഒരുമാതിരി ഉന്തിത്തള്ളി നടത്തിക്കൊണ്ട് പോണത്. ഇവിടുത്തേക്കാ വിശ്വാസം ഭായിലേക്ക് പോയാ പള്ളി പൂട്ടേണ്ടി വരും. പെരുമാനിക്ക് ആപത്ത് വരുത്തുന്ന ഒരു കാര്യവും പെരുമാനി തങ്ങൾ സമ്മതിക്കൂല. പൂട്ടേണ്ട വരാ തങ്ങൾ തന്നെ പൂട്ടിക്കോളും. പൂട്ടിയില്ലെങ്കിൽ അവന്മാര് ബംഗാളിലോട്ട് കടത്തും. ഒന്നും വിചാരിക്കലേ ഭായി. ആകെ 54 ടോക്കൺ. പെരുമാനിൽ എന്തെങ്കിലും ഞെട്ടിക്കൽ നടന്നാ എന്തോ ഒറ്റയടിക്ക് 154. ഇനി നമുക്കേ വീടിന്റെയും കിണറിന്റെ ഒക്കെ സ്ഥാനം നോക്കൽ പരിപാടികളെ പിടിക്കണം. ഇപ്പൊ ജീവിതത്തിന് ഒരു അർത്ഥം വന്ന പോലുണ്ട്. അല്ല, ഇന്ന് ബായ്ക്ക് കാവലിക്കട കാലി എന്തേ? സുഹൃതൻ ഇവനെന്താ ഇവിടെ കാര്യം? ഭീകരാ, വാടാ അങ്ങോട്ടല്ലേ ഇങ്ങോട്ട്. എന്ത് കയറി? നമ്മളെ റംലുവിന്റെ വീട്ടില് സുഹൃതൻ കയറി. തങ്ങളെ എന്തിനാ ഊതി മന്ത്രിക്കാൻ നിങ്ങൾ വരണ്ട. ബായി എന്തിയെ തായിട്ട് പൂട്ടി. എന്നാ ഇവനെ കാവലെടുത്തിക്കോ. വന്നാട്ടെ, വേഗം വാടാ. ഇപ്പൊ തീരും. തൽക്കാലത്തേക്ക് മാത്രം ചെറിയ അളവിൽ സ്വർണ്ണം പൂശിയൊരു ഡെമ്മി ഉണ്ടാക്കാം. സ്വർണ്ണം ഞാൻ ഒപ്പിച്ചോളാം. ശ്വാസം കൂടാനുള്ള സമയം തന്നാൽ മതി. ഞാൻ ആരുടെ അളവെന്നെടുക്കും. എടാ, ഇത്രയും പാടില്ലല്ലോ ഇതൊന്നും മുടക്കാൻ. ഫാത്തി, നീ ആ അളവൊന്നും എടുത്തരുമോ? നീ എടുക്കടാലോ, നീ തന്നെ അങ്ങ് എടുക്ക്. ഇവിടെ നീക്ക് വാണ്ട് ശരിക്കും നിൽക്കുന്നുണ്ട്. വളഞ്ഞിട്ട് പിടിച്ചാലാ. എന്തോതിനെ ഇടികൊണ്ട് തൂറാനോ? ഈ പെരുമാനിക്കരയിലെ ഏറ്റവും മാസുള്ളവനാ സൂതൻ. എന്ത് കയറിക്കോളൂ. പിന്നെ എന്നാത്തിനാ ഈ പാതിരാക്കി ഇങ്ങോട്ട് ഓടിപ്പോന്നത്? സുഹൃത്തിന്റെ മസിനെ തൂക്കി നോക്കാനാ. നോക്ക്,
അവന്റെ വരവ് കണ്ടോ? എന്തായാലും സുഗതം ചെയ്തവന. ഇത് ബായിയുടെ ആദ്യത്തെ ഉണ്ടയില്ല വെടിയാണ്. ഉണ്ടേ വെടിയോ? നാളെ പെരുമാനി ഞെട്ടണം. നമ്മുടെ ബായി ഒന്നുകൊണ്ട് ഉറപ്പിക്കണം. റംലുവിന്റെ വീട്ടിൽ സുഹൃതന്റെ വിളയാട്ടം. വിനയത്തോടെ പായി. എന്നാലും എൻ്റെ റംലു ഭായ് പാചരാക്കണിട്ട് എന്നെ തോണ്ടി വിളിച്ചോണ്ട് പറയാം. ബഷീറേ, പെരുമാനിയുടെ നാണക്കേട് നടക്കുന്നു. എന്റെ ചങ്കണ് തകർന്നുപോയി. എന്നാലും കരീമ മണലാരണ്യത്തിലെ പൊരി വെയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ ഓളി ചെയ്തത് പോക്കിത്തരല്ലേ നായരെ? എന്ന് പറഞ്ഞ അപ്പോഴത്തെ ആ ഹാലിൽ പൊരിവയിലൊക്കെ ഓർക്കാൻ പറ്റുമോ കുട്ടിക്ക? പെണ്ണുങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞ അതിങ്ങനെ ആടി കളിക്കും. ആ മുജീബേ, ഈ വിഷമിക്കരുത്. നമ്മളെ റംലുവിന്റെ ഞാൻ അറിഞ്ഞു മുക്രി. അതിനിപ്പോ എന്താ, അത് ഓളുടെ ഇഷ്ടല്ലേ. പിന്നെ നിങ്ങൾ കരീംഖാനെ വിളിച്ചൊന്നും പറയണ്ട കേട്ടോ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ. ഏയ്, ഞാനങ്ങനെ ചെയ്യടാ മുജിയെ. എന്നാ ശരിടാ. ഓ, അത് മറന്നുവല്ലോ കുറച്ചോനെ. ബഷീർ, ഇത് വലിയ അന്യായമാണേ. എന്തെന്യായം? മലയാളം പോലും അറിയാൻ വയ്യാത്തൊരു വട്ടം ഭായി ദരിദ്രം എന്ന് പറഞ്ഞ മലയാളം എന്തിനാ അറിയുന്നേ? അങ്ങ് കാണിച്ചാ പോരെ? ശരി, എങ്കിൽ എന്താങ്ങത്തിലൂടെയാണ് അയാൾ അവിഹിത നടത്ത കാണിച്ചേ? എന്താ ഇങ്ങനെ ഇക്കാക്ക എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? ആർക്ക് വിഷമം? എന്തിന്? ഒന്ന് എണീറ്റ് ചെന്ന് കുളിച്ചേ. കരീമ ഇങ്ങനെ എടുത്ത് ചാടല്ലേ. സുഹൃതൻ കേറി എന്നുള്ള സത്യ. എന്നാ എന്തിനാ കേറിന്ന് നമുക്കറിയില്ലോ. ഓല് വല്ല നാട്ടുവർത്താനം പറഞ്ഞ് കുത്തിരുന്നാണെങ്കിലോ. നാട്ടുവർത്താനല്ല, നാട്ടുവർത്താനം. എനിക്ക് ഞവളെ വേണ്ട. മുജീബിന്റെ കൂടെ ആയിരുന്നു. വെറുതല്ല ആള് കേറി. കബഡി കളിക്കുമ്പോഴേ ഈ സുഹൃത്തൻ എന്നെ പൊക്കി 2 റൗണ്ട് ഓടിയതാ. ഓന് നല്ല ഉഷിര, അതില് സംശയമൊന്നുമില്ല. എന്നാലും എന്തിനാ കേറി എന്നുള്ളത് നമുക്കറിയില്ല കരീമേ. അവന്റെ സുന്നത്ത് കല്യാണത്തിന് വേണ്ട, എനിക്ക് ഞവളെ വേണ്ട, ഞാനുള്ള ഒഴിവാക്കാണ്. ഇതേ കരീമേ, അതൊക്കെ വലിയ തെറ്റാട്ടോ. ഈ സമാധാനപ്പെട്, ഞമ്മക്ക് ശരിയാക്കാലോ. മുക്രി നിങ്ങൾ വെച്ചോ, ഇത് ചൂടാറാൻ മുമ്പ് അവളെ വിളിച്ച് എനിക്ക് 2 വർത്താനം പറയണം. എന്റെ പൊന്നു മുക്രി, ഈ നാട്ടുകാര് തെണ്ടികളോട് പറയാൻ എന്നെങ്ങനെ മരിച്ചിരുന്ന് വിളിക്കണ്ടെന്ന് എനിക്കെല്ലാം അറിയാന്നു. കൂട്ടുകാരന്മാര് പട്ടികള്. അറിഞ്ഞു വെച്ച് എടുക്കാത്ത പട്ടി. എന്തേടാ ഇപ്പൊ വിളിക്കാൻ തോന്നിയേ? ഞാനാ ഫാത്തിയ. നീ ആയിരുന്നോ? എന്തേടി? ഞാനിവിടെ അങ്ങാടിപ്പുറത്ത്. അങ്ങാടിപ്പുറത്താ? അവിടേക്ക് ഇപ്പൊ പോയി? 2-3 ദിവസമായി. നീ കാര്യം പറ. 2-3 ദിവസോ? അപ്പൊ കരിമക്കാട് അവിടെ ഇല്ലേ? ഒരു മിനിറ്റ്, കരീംക്ക വിളിക്കണോ, എടുത്തില്ലെങ്കിൽ പിന്നെ അലമ്പാക്കും. ഹലോ. പാട്ടിച്ചി ഇങ്ങനെ തല്ലുണ്ടാക്കല്ലടോ. ഉസ്താദ് ഇപ്പൊ കരീമിന്റെ വീട്ടിലെത്തും. കേറിയോ? ഇനി കേറിയെങ്കിൽ എന്തിന്? ഇത് നമുക്ക് റംലുവിനോട് ചോദിച്ചാ പോരെ, പ്രശ്നം തീർന്നില്ലേ? അല്ല, നമുക്ക് ഇവിടുന്ന് ചർച്ച ചെയ്താ പോരെ? കട പൂട്ടിട്ട് വാടോ.